ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും എന്ത് മെസ്സേജാണ് അല്ലെങ്കിൽ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫോർ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇവിടെ. നിങ്ങളുമൊത്ത് നല്ലൊരു ലൈഫ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വിവാഹം എന്നൊക്കെ പറയുന്നത് ആൾക്കൊരു വലിയ സ്വപ്നമാണ്. ആളെ സംബന്ധിച്ച് വലിയൊരു സ്വപ്നം മാത്രമല്ല, ഒരുപാട് പേര് ക്ഷണിച്ചിട്ട് ആ ഒരു വിവാഹ മന്ദിരത്തിൽ ഒരുപാട് എന്താ പറയുക, നിങ്ങളുമൊത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. കാരണം ഒരാളെ തടസ്സം പോലും ഇല്ലാതെ ഇത് മനോഹരമായി മംഗളമായി നടക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത്. കാരണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും അനുഗ്രഹിച്ചൊരു വിവാഹമായിരിക്കണം നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്നതൊക്കെ അതൊക്കെയാണ് ഈ വ്യക്തിയുടെ വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് ഈ വ്യക്തി ഈ സമയത്ത് സ്വപ്നം കാണുന്നുണ്ട്. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഓരോ കാര്യവും നിങ്ങൾ ആഗ്രഹിച്ച ഓരോ കാര്യവും നേടിത്തരാൻ വേണ്ടി നിങ്ങളുടെ വ്യക്തി ഓരോന്നും ട്രൈ ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതം മാറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ച് വരുത്തണം. ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഒരുപാട് ചേഞ്ച് വരുത്തണം. ഓരോന്നായിട്ട് നേടിയെടുക്കണം. പലതും അവരാഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഫിനാൻസിലൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അവരുടെ കരിയറിലൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഈ വ്യക്തി. അതുപോലെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓരോ കാര്യവും ആളുടെ നീക്കം അതാണ്. ഇപ്പോൾ ഓരോന്നും നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് ആൾ മുന്നോട്ട് പോകുന്നതും. കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി ഇപ്പോൾ എന്തു പറഞ്ഞാൽ ഇവിടെ അതിനായിട്ട് അവരുടെ സിറ്റുവേഷനിൽ അവർക്ക് ചേഞ്ച് വരുത്താനായിട്ടാണ് ആളിപ്പോൾ ചില സാഹചര്യത്തിൽ ഈ വ്യക്തി ഇപ്പോൾ സൈലൻ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ആളിപ്പോൾ ഒരു സൈലൻ്റാണ്. ആളുടെ ഭാഗത്തു നിന്ന് ഒന്നുമില്ല. ആളിപ്പോൾ സൈലൻ്റായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഒരു ആക്ഷൻ ഇല്ലാത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അവർ ഈ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാനും അവരുടെ ജീവിത പ്രശ്നത്തിലൊക്കെ ചെറിയൊരു സ്റ്റക്ക് എനർജിയിലാണ്. അതുകൊണ്ടുള്ള ഒരു സൈലൻ്റാണ്. പക്ഷെ അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എത്തിച്ചേരാൻ തന്നെയാണ് ഈ ഒരു സമയം. അവരിപ്പോൾ ഒരു എന്താ പറയുക, അവർ സ്വയം ഹീൽ ചെയ്യാണ് അവരെ തന്നെ. കാരണം ഇപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. കാരണം ഈ വ്യക്തി സ്ട്രോങ് ആണ്. എന്നാലും നിങ്ങൾ കാണുന്ന സമയത്ത് ആൾ സ്ട്രോങ് അല്ല, ആൾ സൈലൻ്റ് ആണ്, ആൾക്കൊരു ചിന്തയില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ആൾക്ക് വലിയ സ്വപ്നം, ആളുടെ ഉള്ളിൽ ആൾക്ക് വലിയൊരു സ്വപ്നമാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത്. പലപ്പോഴും ആ വ്യക്തി അവർക്ക് ഇതൊന്നും സാധിച്ചു തരാത്തതിൽ വലിയ കുറ്റബോധമുണ്ട്. നിങ്ങൾക്ക് മുമ്പിൽ ഒന്നും ഞാൻ നേടി തന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ ആ വ്യക്തിക്ക് നല്ല കുറ്റബോധമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചത് ആ നേടിയെടുത്തേ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരൂ. അത് ഞാൻ ഇവിടെ ഉറപ്പ് പറയാം കേട്ടോ. കാരണം നമുക്ക് കാണാം, സൺ എനർജിയാണ്. ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇപ്പോൾ ഉള്ള ഒരു സൈലൻ്റ്, ഇപ്പോൾ ഉള്ള ഒരു ആക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥ, അതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. ഈ വ്യക്തി നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ എങ്ങനെയാണോ ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചത്, ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ കൊണ്ടേ അവർ വരും. കാരണം പൂർവാധികം ശക്തിയോടെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ്
ആ വ്യക്തി ഇപ്പോൾ സൈലൻ്റായിട്ട് നിൽക്കുന്നതും ഇപ്പോൾ ആക്ഷനൊന്നും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പൂർവാധികം ശക്തിയോടെ തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൽ ഈ ഏക വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ഉത്തരവാദിത്വം കൂടിപ്പോയത് കൊണ്ടായിരിക്കാം. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ആൾക്കെല്ലാം നോക്കണം. ആൾ ഇങ്ങനെ എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. എടുത്താൽ എടുത്തതാണ്. അപ്പോൾ ഇവിടെ ആൾ ഒരു ഉറപ്പിച്ചു കഴിഞ്ഞു, ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. അതിൽ നിന്ന് ഇനി വിട്ടുമാറില്ല ആൾ. മാത്രം ആളുടെ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് മാത്രമാണ് ആളിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ആൾ തീരുമാനം എടുത്തിട്ട് നിങ്ങളിലേക്ക് വരും. കാരണം നിങ്ങളുമായിട്ട് ലൈഫ് ലോങ് പോകുന്ന ഒരു കണക്ഷനാണ്. ആൾക്ക് അങ്ങനെയാണ്. നിങ്ങൾ ഒരുമിച്ച് നല്ല മുന്നോട്ട് കാലാകാലം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ആൾക്ക് നിങ്ങളിലേക്ക് വരും. വന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല, സക്സസ് ആണ്. അതുകൊണ്ട് തന്നെ ആൾ വരും. ആൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആളിപ്പോൾ വെയിറ്റിങ്ങിലാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആൾ വരുന്നതിൽ തീർച്ചയായിട്ടും 100% ആൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആൾ അതിന് വേണ്ടിയുള്ള പ്ലാനിങ് കാര്യങ്ങളിലാണ് ആളുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു വെയിറ്റിങ്ങിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. കാരണം ഇവിടെ നല്ല രീതിയിൽ തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു നിങ്ങൾക്കിടയിൽ മറ്റ് വ്യക്തികളുടെ ഇടപെടലൊക്കെ ഉണ്ട്. മറ്റുള്ളവരുടെ ഈ റിലേഷൻഷിപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, കണ്ടുകൂടാത്ത ആൾക്കാരുണ്ട്. ഇത് ശരിക്കും വഴക്കുണ്ടാക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട് ഇതിൽ. ശരിക്കും ഇതിന് ഒരുപാട് പേരുണ്ട് നിങ്ങൾക്കിടയിൽ. നിങ്ങളെ ഇല്ലാണ്ടാക്കാനും നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ അങ്ങനെ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിൽ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, നല്ല ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു കണക്ഷൻ തന്നെയാണ്. അതുകൊണ്ടുള്ള പ്രയാസം നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്നുണ്ടാവും. ഇങ്ങനെ ആയതുകൊണ്ടും ഇപ്പം നോ കോണ്ടാക്റ്റ് ആയതുമായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഈ വ്യക്തി നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ ഫാമിലി പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്കിടയിൽ ഫാമിലി പ്രശ്നമുണ്ട്, അതാണ് കാണുന്നത്. ഫാമിലി ഇടപെടുന്നുണ്ട് നല്ലോണം. ഈ വ്യക്തിയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി ഫാമിലിക്കൊപ്പം നിന്ന് എല്ലാം ഓക്കെ ആക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് കേട്ടോ. ആളിപ്പോൾ ഫാമിലിക്കൊപ്പം നിന്ന് എല്ലാം ഓക്കെ ആക്കാൻ, ആരുടെ കരിയറിലൊക്കെ ആൾ ഒരു വർക്കിൽ ഏർപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. കരിയറിലൊക്കെ നല്ല സക്സസ് കൊണ്ടുവരാനായിട്ട് ആൾ ട്രൈ ചെയ്യുന്നതായിട്ട്, ഫാമിലിക്കൊപ്പം നിന്ന് തന്നെ എല്ലാം നേടിയെടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ സിറ്റുവേഷനിൽ പുറത്ത് കടക്കുന്നുണ്ട് കേട്ടോ. ആൾ എന്തോ സിറ്റുവേഷൻ, ആളെ ബുദ്ധിമുട്ടിക്കുന്ന സിറ്റുവേഷൻ ആവാം, അതിൽ പെടുത്തിയ ഒരു സിറ്റുവേഷൻ ആവാം. അതിൽ നിന്നൊക്കെ ആളിപ്പോൾ പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട്, നിങ്ങളെ മറന്നിട്ടുള്ളൊരു ജീവിതം ഈ വ്യക്തിക്കില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് ഒറ്റൊരു സ്നേഹം ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് മാത്രമാണ്. വേറെ ഒന്നിലേക്കും ആൾക്ക് പറ്റില്ല. ആൾക്ക് നിങ്ങളല്ലാതെ മറ്റൊന്നും ഓർക്കാൻ പോലും പറ്റില്ല ഈ വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെ ആൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ഈ ത്യാഗം മൊത്തം ചെയ്യുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ആൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൊക്കെ ആൾ പോകുന്നുണ്ട് ഈ ഒരു സമയം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നല്ല തടസ്സങ്ങളുണ്ട്. ആളെ വേദനിപ്പിക്കുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സമയം. ആൾക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആൾക്ക് ഭയങ്കരമായിട്ട് ഫീലിങ്സ്, ആൾക്ക് ഒരു വേദന നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ. ചില സാഹചര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തിയെ. അങ്ങനെ അതായിരിക്കണം കൂടുതൽ ആളെ ഹൃദയത്തിലാണ് അത് കൊണ്ടത്. നിങ്ങളെന്തോ വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ആളുടെ ഹൃദയത്തിൽ കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ മാനസികാവസ്ഥയോ ആവാം കേട്ടോ ഇത്. കാരണം അതാണ് ആൾക്ക് ഇപ്പോഴും വേദന. കാരണം അത്രത്തോളം സ്നേഹമാണ്, പേജ് ഓഫ് കപ്സാണ്. അത്രത്തോളം സ്നേഹം നിങ്ങളടുത്തുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങളല്ലാതെ മറ്റൊന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ ഇതിൽ നിന്നും കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിലുള്ള ഇനി എന്തൊക്കെ അറിയാനുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഇവിടെ മനസ്സിലാകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്രയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഇവിടെ ഈ വ്യക്തി സൈലൻ്റ് ആവുന്നുണ്ട് കേട്ടോ. ഒരുപാട് സൈലൻ്റായിട്ട് മാറി നിന്നതാവാം ഈ വ്യക്തി. കാരണം സ്നേഹം കാണാത്തത് കൊണ്ടല്ല, സ്നേഹം ആൾക്ക് അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങളെന്തോ ആ വ്യക്തിനെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ആൾ പിന്തിരിഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ ആൾക്കെല്ലാം മനസ്സിലായിട്ട് ആൾ പൂർവാധികം ശക്തിയെടുത്താണ് ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതും. നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടല്ലോ, നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇതിന് പിന്നിൽ. കാരണം അതായിരിക്കാം നിങ്ങളെ അകറ്റിയതും, ആ തേർഡ് പാർട്ടി ആയിരിക്കാം. കാരണം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങോട്ട് ആ വ്യക്തിയുമായിട്ട് നല്ല വഴക്കുണ്ടാക്കിയതും, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം അത് സംഭവിച്ചതും. അതാണ് കാണുന്നത്. എന്നാലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവർക്ക്. എന്തൊക്കെ അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, എടുത്ത് ചാട്ടം ഉണ്ടെങ്കിലും, നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, ആ ഒരു എന്തൊക്കെയുണ്ടെങ്കിലും, ദേഷ്യം ഉണ്ടെങ്കിലും, പിടിവാശിയുണ്ടെങ്കിലും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം നമുക്ക് കണ്ടോ എത്ര കപ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി, മൊത്തം കിട്ടിയ കപ്സ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെന്തോ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിനെ. ഇതിലൊരു തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങൾക്കിടയിൽ, മുഖം മൂടിയിട്ട് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതും ഒന്നുണ്ട്. അങ്ങനെയും കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. അത് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ഒരു മുഖം മൂടി നിങ്ങളെ തെറ്റിക്കാനായിട്ട് അങ്ങനെ നിൽക്കുന്നവരെയും കാണുന്നുണ്ട്. കൂടുതലായിട്ടും ഈ ഒരു റീഡിങ് എല്ലാവർക്കും കാണാവുന്നതാണ്. എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ഉള്ളവർക്കും കാണാം, ലവേഴ്സിന് കാണാം, ചില സാഹചര്യത്തിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. എന്തോ ഒരു സാഹചര്യം കൊണ്ട് ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ടാവാം, ഒരു തേർഡ് പാർട്ടി കാരണം. അതുമുണ്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെയാണ്, നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അവർ കേട്ടോ. കൂടുതലും കപ്സ് എനർജിയൊക്കെ കിട്ടിയിരിക്കുന്നത്, അവർ അത്രയ്ക്ക് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം. ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയത് എന്നാണ് കാണുന്നത്. കുറച്ച് പേർക്ക് അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. തിരുവാതിര, ലെറ്റർ എ, മലപ്പുറം, ലെറ്റർ ബി, ലെറ്റർ ഇ, ലെറ്റർ ജി, സെപ്റ്റംബർ, ലെറ്റർ എഫ്, ലെറ്റർ ജെ, അനിഴം, രോഹിണി, അത്തം, മാർച്ച് മാസം, ഓഗസ്റ്റ്, ലെറ്റർ എച്ച്, യെല്ലോ കളർ, സ്റ്റുഡൻറ്റ്, അശ്വതി, ഉത്രം, ചിത്തിര, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, എബ്രോഡ്, ജൂലൈ, എല്ലാണ് ലെറ്റർ എൽ, തിരുവാതിര, പൂയം നക്ഷത്രം, ലെറ്റർ എസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പേഴ്സണൽ റീഡിങ്ങിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്